അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. ഈ ഒരു സ്നാക്സ് നമ്മുടെ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ സ്പെഷ്യൽ ആയിട്ടൊരു റെസിപ്പിയൊക്കെ തയ്യാറാക്കാമെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ചപ്പാത്തിയൊക്കെ ബാക്കി വരാമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഈ ഒരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ഡോ തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് ഞാൻ ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. അടുത്തതായിട്ട് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഗോതമ്പ് പൊടി മാത്രം വെച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ പൊടിയിലെ എല്ലാ ഭാഗത്തും ഉപ്പ് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. പിന്നെ കുഴയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചിട്ട് കുഴക്കരുത് കേട്ടോ. ഇതുപോലെ കുറേശ്ശെ ആയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മൾ പൊടിയൊക്കെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് ഓയിലും കൂടി ചേർത്ത് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം നമ്മുടെ ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഒരു 4 പീസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുണ്ട്. എല്ലില്ലാത്ത പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ഗരം മസാല എന്നിവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ചിക്കനിൽ മസാല തേക്കുന്ന ആ ഒരു ടൈം കൊണ്ട് തന്നെ നമ്മുടെ ഡോ ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതൊരു ബോൾ ഷേപ്പ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഞാൻ എടുത്തിട്ടുള്ള മെഷർമെൻറ്റ് അനുസരിച്ചിട്ട് എനിക്ക് 7 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതൊരു ബോൾ ഷേപ്പ് ആക്കി കൊടുക്കാം. ഇനി ഇത് കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മളിത് പരത്തിയെടുക്കുന്ന ടൈമിൽ നല്ല നൈസായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഒരുപാട് കട്ടി ഉണ്ടാവരുത് കേട്ടോ. ഞാനിതിൽ കാണിക്കുന്ന പോലെ നല്ല നൈസായിട്ട് തന്നെ പരത്തി കൊടുക്കുക. അപ്പോഴേ നമ്മുടെ സ്നാക്സ് നല്ല ടേസ്റ്റിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല നൈസായിട്ടാണ് കേട്ടോ ഞാൻ പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് മൈദ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലോട്ട് ഈ ഒരു പത്തിരിയും കൂടെ വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ മൈദ സ്പ്രെഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ 7 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കനും റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ പത്തിരിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായ സമയത്ത് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പത്തിരിയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇത് കുക്കാവാൻ ഒരുപാട് ടൈമിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്കൊരു 3 മിനിറ്റ് കൊണ്ട് തന്നെ കുക്കായിട്ടുണ്ട്. കാരണം നമ്മൾ അത്രയും നൈസായിട്ടാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ പത്തിരി റെഡി ആയി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഈ ഒരു പത്തിരി ഇരിക്കുന്നത്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന്. ഈ ഒരു പത്തിരി ചിക്കൻ കറിയോ ബീഫ് കറിയോ അല്ലെങ്കിൽ വെജ് കുറുമയോ അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ പത്തിരി ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. പിന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിൽ കാണിച്ച പോലെ കുറച്ച് ഓയിൽ ഒഴിച്ചാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനും ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനുള്ളതാണ്. അടുത്തതായിട്ട് നമുക്ക് പകുതി ക്യാപ്സിക്കും അതുപോലെ തന്നെ ഒരു സവാളയും ഒന്ന് ഇതുപോലെ ക്യൂബ് സൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലോട്ട് വേണ്ടത് ഒറിഗാനോവും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആണ്. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ കുറച്ച് ചുവന്ന മുളക് പൊടിച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചീസിൻ്റെ സ്ലൈസും എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു ചിക്കന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരുപാട് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മുടെ പത്തിരിയിലോട്ട് കുറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ക്യാപ്സിക്കവും അതുപോലെ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ച് വെജീസൊക്കെ വെച്ചിട്ട് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെജീസ് എടുക്കുന്ന ടൈമിൽ ക്യാരറ്റ്, ക്യാപ്സിക്കം, സവാള, ക്യാബേജ് എന്നിവ വെച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിന് മുകളിലോട്ട് ഇതുപോലെ ചീസ് ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇനി മൊസറല്ല ചീസ് ആണെങ്കിൽ അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലോട്ട് കുറച്ച് ഒറിഗാനോവും അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർത്ത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ ഞാനിവിടെ 7 എണ്ണം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ആ ഒരു പാനിൽ വെച്ച് ഒരു 2 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. നമ്മളിങ്ങനെ ചൂടാക്കി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിലുള്ള ആ ചീസൊക്കെ ഒന്ന് മെൽറ്റായി കിട്ടാനാണ് കേട്ടോ. അപ്പോൾ ചീസ് മെൽറ്റാവുന്ന ടൈമിൽ ഈ പത്തിരി തുറന്ന് പോകത്തൊന്നുമില്ല, ഇത് കറക്റ്റ് റോളായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ ചൂടാക്കുന്ന ടൈമിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു ടീസ്പൂൺ ഓയിൽ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുത്താൽ നമ്മുടെ സ്നാക്സ് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ടേസ്റ്റി ആയിട്ടുള്ള ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നമ്മൾ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലൊക്കെ വെച്ച് കൊടുക്കാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് നമുക്ക് 3 പീസ് വേണമെങ്കിൽ ഒരു പത്തിരി 3 പീസൊക്കെ ആക്കിയിട്ട് ടിഫിൻ ബോക്സിൽ സ്നാക്സിനോ ലഞ്ചിനോ ഒക്കെ കൊടുത്ത് വിടാം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ സ്പെഷ്യലായിട്ടൊരു റെസിപ്പി അവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഇത് എൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം വെറുതെ കുട്ടികൾക്ക് സ്കൂളിലേക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കും കൂടെ ഷെയർ ആക്കുന്നത്. വെറും 10 മിനിറ്റിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇൻഷാല്ലാ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ നല്ലൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ.